പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 25 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ആമേൻ. കഴിഞ്ഞ 24 പകൽക്കാലം മുഴുവൻ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കൃപകൾക്കായിട്ട് കരം ഉയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നത്. രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങ് കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. സൗഖ്യത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. സമാധാനത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, 42-ാം സങ്കീർത്തനത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും പറഞ്ഞത്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ആമേൻ. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്ത ദൈവമാകുന്നു, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അങ്ങേക്കൊന്നും തന്നെ അസാധ്യമായിട്ടില്ല. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഏകനായി അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ആമേൻ ആവശ്യമായ ദൈവിക സംരക്ഷണം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തും ആവശ്യമായ ദൈവിക സംരക്ഷണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് ഈ കുടുംബങ്ങളെ കർത്താവ് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവിക പ്രൊട്ടക്ഷനാകട്ടെ. അങ്ങയുടെ ശക്തിയാൽ അങ്ങ് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ ബാധകളും രോഗത്തിൻ്റെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കാം. ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ. വേദനകൾ മാറി, ആർത്രൈറ്റിസുകൾ മാറി, രോഗത്തിൻ്റെ ശക്തികൾ മാറി, ഇവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ളവരായി തീരട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം മാറി അവർ സ്വസ്ഥരായി തീരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഹൃദയത്തിലുള്ള നെടുവീർപ്പുകളൊക്കെ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി അതിനകത്തും അവർക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്ത് തന്നെയാണെങ്കിലും ഈ ഡിസംബർ 31 മുമ്പ് കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളുടെ മറുപടികൾ വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വലിയ ദൈവിക പ്രവൃത്തി ഇന്നത്തെ മീറ്റിങ്ങിൽ വെളിപ്പെടുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം. എല്ലാവർക്കും പങ്കെടുക്കുവാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. അതുപോലെ കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ച നമ്മുടെ സഭായോഗം, അതിനുശേഷം ശനി ഞായർ തിങ്കൾ നമുക്ക് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ചൊവ്വാഴ്ച നമ്മുടെ ന്യൂ ഇയർ സർവീസുമായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാത്തിനായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 10 and 11. അവിടെ പറയുന്നു, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാം ഇരുണ്ടിരിക്കുമ്പോൾ, എല്ലാം കൂളായിട്ട് ഇങ്ങനെ തണുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ജനിച്ചു. അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ആ വാക്യം എന്താ വായിക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്നു, ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർവ്വജനത്തിനും, ആമേൻ, സർവ്വജനത്തിനും, അതായത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം. ആമേൻ. ഈ യേശുവിൻ്റെ ജനനത്തെങ്കിൽ സകല മനുഷ്യർക്കും എന്താ? സ്വർഗത്തിൻ്റെ ഗിഫ്റ്റാണ് യേശു. ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചു തന്ന ഗിഫ്റ്റാണ് യേശു എന്ന് പറയുന്നത്. മനുഷ്യർക്കുള്ള, ആമേൻ, മാനവരാശിക്കുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അല്ലെങ്കിൽ ഗുഡ് ന്യൂസാണ്. യേശു വന്നത് ഗുഡ് ന്യൂസുമായിട്ടാണ്. യേശു വന്നത് മാനവരാശിക്കുള്ള സമ്മാനവുമായിട്ടാണ്. സ്വർഗത്തിൻ്റെ മാനവരാശിക്കുള്ള സമ്മാനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്താണ് സമ്മാനം? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ആരാ ജനിച്ചത്? രക്ഷിക്കുന്നവൻ, രക്ഷിതാവ്. അതാണ് വേദപുസ്തകം പറയുന്നത്. രക്ഷിതാവ് നമുക്ക് വേണ്ടി ജനിച്ചു. എവിടെ ജനിച്ചു? അതിൻ്റെ 7-ാമത്തെ വാക്യമൊക്കെ വായിക്കും, നമുക്കറിയാം. ആമേൻ. എവിടെ ജനിക്കുന്നത്? ആമേൻ. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പം ഏറ്റവും, ആമേൻ, ഉന്നതനായവൻ തൻ്റെ ഉന്നതികളെ വെടിഞ്ഞ്, ആമേൻ, സാധാരണക്കാരനായി, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഏറ്റവും എളിമപ്പെട്ട്, ആമേൻ, ഒരു പശുത്തൊട്ടിയിലാണ് യേശു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അപ്പം എന്തുവാ പറയുന്നത്? അതുകൊണ്ട് ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുന്നതിന് ഒരു പ്രയാസവുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം. ഹല്ലേലൂയ. നമുക്ക് ധൈര്യമായിട്ട് സമാധാനമായിട്ട് ചെന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അവൻ്റെ പേരെന്തുവാ? രക്ഷിതാവെന്നാണ്. അതായത് എല്ലാത്തിൽ നിന്നും രക്ഷിക്കുവാൻ അവന് കഴിയും. നിങ്ങൾ എന്ത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നോ, ഏത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നോ, ആ പ്രശ്നത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. അവൻ നമ്മളെ ന്യായം വിധിക്കാൻ വേണ്ടിയല്ല വന്നത്. അവൻ നമ്മുടെ കുറ്റം പറയാൻ വേണ്ടിയല്ല വന്നത്. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്, അവൻ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കുവാൻ, നമുക്ക് നിത്യജീവനെ തരുവാൻ, ആ സ്വർഗീയ സന്തോഷം തരുവാൻ, സ്വർഗീയ സമാധാനം തരുവാൻ, പാപത്തിൻ്റെ ശാപത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു ഈ ഭൂമിയിൽ ഭൂജാതനായത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ആ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ സന്തോഷമുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത് സകല മനുഷ്യർക്കും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം. കാരണം യേശു വന്നത് നമുക്ക് സമാധാനം തരുവാൻ, യേശു വന്നത് നമുക്ക് സന്തോഷം തരുവാൻ, യേശു വന്നത് നമ്മളെ പാപത്തിൻ്റെയും നിയമങ്ങളുടെയും ശാപങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ക്രിസ്തുയേശുവിൽ പിതാവിൻ്റെ മക്കളായി തീർത്ത് ദൈവകൃപയുടെ, ആമേൻ ആമേൻ, അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകർന്ന് നമ്മളെ വ്യത്യസ്തരാക്കുവാൻ, സ്വർഗീയ പൗരന്മാരാക്കി മാറ്റുവാൻ, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് ലോകം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനകത്തുനിന്നും സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. ക്രിസ്തു
നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമൃദ്ധിയുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയമുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ സകലത്തിനും പരിഹാരമായി. കാരണം അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മാത്രമല്ല, സകലത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഇറങ്ങി വന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൊടുക്കുവാൻ തക്കവണ്ണവൻ സമ്പന്നനായ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ക്രിസ്മസ് ദിനത്തിൽ ലോകം മുഴുവൻ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഉള്ളത്തിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മളാണ് ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി കേട്ടോ. അതുകൊണ്ട് ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ, ഈ ദിവസം, ഈ പ്രത്യേക സീസണിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇതുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ യേശു വന്നു എന്നുള്ളതിൻ്റെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ വലിയ സന്തോഷം നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ, യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ, നമ്മൾ അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചെറിയ പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയും. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ആ ഭൂമിയിലേക്ക് വന്നത്, അങ്ങ് എനിക്ക് വേണ്ടിയാ മരിച്ചത്, അങ്ങ് എനിക്ക് വേണ്ടിയാ അടക്കപ്പെട്ടത്, അങ്ങ് എനിക്ക് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റത്. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ യേശുവേ അങ്ങയുടെ കർത്താവാകുന്നു നമ്മൾ ഏറ്റുപറയുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നമ്മൾ യേശുവിൻ്റെ മക്കളായി മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉൾത്തൊട്ടിയിൽ ജനിച്ചവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശു നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി, സന്തോഷമായി, സ്വസ്ഥതയായി, ദൈവിക സമൃദ്ധിയായി നമ്മൾ വ്യത്യസ്തരായി മാറി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നാം ഒരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.